ഇന്നത്തെ ക്ലാസ്സിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൻ്റെ 5th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ 5th മോഡ്യൂളിൽ നമ്മൾ നോളജ് റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ആ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് തിരിച്ച് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പം അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സിസ്റ്റംസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ നോളജസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഏതൊരു കോണ്ടെക്സ്റ്റ് എടുത്താലും അതിനകത്ത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടെക്സ്റ്റിനെ കുറിച്ചുള്ള ജനറൽ നോളജ്. ഓക്കെ, ദെൻ രണ്ടാമതെന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്ത് വരുന്ന സ്പെസിഫിക് നോളജ്. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ആസ്പെക്ട്സ് ആണ് ഏതൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ എടുത്താലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോളജ് ആൻഡ് റീസണിങ് റെപ്രസെൻറ്റേഷനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റഡിയാണ് നമ്മൾ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസേൺസ് എന്ന് പറയുന്നത്, ഈ ഒരു നോളജ് റെപ്രസെൻറ്റേഷൻസിൻ്റെ കൺസേൺസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് യൂസ് ടു എക്സ്പ്രസ് ദ നോളജ്. നമ്മൾ ഏത് നോളജാണോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് കൺസേൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പല ടൈപ്പ് ഓഫ് ഫോർമാലിസംസ് യൂസ് ചെയ്യാറുണ്ട്, ഫോർമാറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ലോജിക് ഫോർമാറ്റ്സ് ഉണ്ട്, സിമാൻറ്റിക് നെറ്റ്വർക്ക്സ് ഉണ്ട്, ഫ്രെയിംസ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഫോർമാറ്റിലിസംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും ആ ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. സോ അപ്പോൾ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഓക്കെ, ദെൻ രണ്ടാമത് പറയുന്നതാണ് കണ്ടന്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെന്റൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് പ്രെഡിക്കേറ്റ്സ് ആർ നീഡഡ് ആൻഡ് ഹൗ ദേ ആർ ഓർഗനൈസ്ഡ്. ഇതൊക്കെ ചേരുന്നതാണ് ആ ഒരു സെന്റൻസിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ അതിന്റെ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ നോളജ് ആൻഡ് റീസണിങ് അല്ലെങ്കിൽ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ സെൻട്രൽ കൺസേൺ എന്ന് പറയുന്നത് ഹൗ നോളജ് ആൻഡ് റീസണിങ് ക്യാൻ ബി യൂസ് ടു ഫെസിലിറ്റേറ്റ് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നമ്മുടെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ജനറൽ വേൾഡ് നോളജ് നമുക്ക് എസെൻഷ്യൽ ആണ്. പല ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിലും അതിൻ്റെ ഡിസാംബിഗേഷൻ, അതായത് ആംബിഗിറ്റി അവോയ്ഡ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് പല ജനറൽ നോളജ് ലാംഗ്വേജ് നമുക്ക് എസെൻഷ്യൽ ആണ്. അപ്പോൾ ഈ നോളജ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ പല ടൈപ്പ് ഓഫ് ഡേറ്റാബേസസ് സെൻറ്റൻസുകൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ 2 ഡേറ്റാബേസുകളെ കുറിച്ചാണ് പറയുന്നത്. KR കൺസിസ്റ്റ് ഓഫ് ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ, നമ്മുടെ ഒരു നാച്ചുറൽ ലാംഗ്വേജിൻ്റെ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡേറ്റാബേസസ് ഓഫ് സെൻറ്റൻസുകളുടെ ഡേറ്റാബേസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതിനെ നമ്മൾ നോളജ് ബേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു നോളജ് ബേസും ഉണ്ടായിരിക്കും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ഓഫ് ഇൻഫറൻസ് ടെക്നിക്സ് ടു ഡിറൈവ് ന്യൂ സെൻറ്റൻസസ്. ഇപ്പോൾ ഒരു നോളജ് ബേസ് ഉണ്ടായാൽ മാത്രം പോരാ, ആ നോളജ് ബേസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നോളജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് പുതിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സും കൂടി വേണം. അതിനെയാണ് നമ്മൾ ഇൻഫറൻസ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 കൂടി ചേരുന്നതാണ് നമ്മുടെ ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. Okay, so the language in which the sentences in KB are defined is called knowledge representation language. നമ്മൾ നോളജ് ബേസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിനെയാണ് നമ്മൾ നോളജ് റെപ്രസെൻറ്റേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ 4th മോഡ്യൂളിൽ എന്താണ് പ്രെഡിക്കേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രെഡിക്കേറ്റ്സ്, പിന്നെ അതല്ലാതെ ലോജിക് ഗ്രാമേഴ്സ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏത് റെപ്രസെൻറ്റേഷൻ ലാംഗ്വേജ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ നോളജ് റെപ്രസെൻറ്റേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. Logical form language must be very expressive to simplify the semantic interpretation process and to allow the effective റെസൊല്യൂഷൻ ഓഫ് ആംബിഗിറ്റി. ഇപ്പം നമ്മുടെ ലാംഗ്വേജസിൻ്റെ ലോജിക്കൽ ഫോംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി എക്സ്പ്രസീവ്.
നമ്മുടെ സിമാൻറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യാനും വളരെ എക്സ്പ്രസീവായിട്ട് ഡിറ്റർമിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ലോജിക്കൽ ഫോം എന്ന് പറയുന്നത്. ആൻഡ് ടു അലോസ് ദി ഇഫക്റ്റീവ് റെസൊല്യൂഷൻ ഓഫ് ആംബിഗിറ്റി ഇഫക്റ്റീവായിട്ട് റിസോൾവ് ചെയ്യാനും നമുക്ക് ഈ ഒരു ലോജിക്കൽ ഫോം ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ KRL മസ്റ്റ് സപ്പോർട്ട് എഫിഷ്യൻറ്റ് ആൻഡ് പ്രഡിക്റ്റബിൾ റീസണിങ് വിത്തിൻ എ സ്പെസിഫിക് ഡൊമൈൻ. നമ്മൾ ഏതൊരു ലാംഗ്വേജ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ആ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എഫിഷ്യൻറ്റ് ആൻഡ് പ്രഡിക്റ്റബിൾ റീസണിങ് സപ്പോർട്ട് ചെയ്തിരിക്കണം ഒരു പെർട്ടിക്കുലർ ഡൊമൈനിനുള്ളിൽ. അങ്ങനെയുള്ള ലാംഗ്വേജസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ P എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മുടെ നോളജ് ബേസിനകത്ത് ട്രൂ ആണെന്ന് വിചാരിക്കുക. ഓർ ഗിവൺ ഫോർമുലാസ് റെപ്രസെൻറ്റിംഗ് ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ്, ദെൻ വി സേ ദാറ്റ് ദി നോളജ് ബേസ് എൻറ്റെയിൽസ് P. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജാക്ക് ഓൺസ് 2 കാർസ്. ഓക്കെ, ജാക്ക് ഓൺസ് 2 കാർസ് ഇതൊരു ഫോർമുല ആയിട്ട് നമ്മൾ പറയുവാണ്. നമ്മുടെ നോളജ് ബേസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് അതെന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എന്താണ്? ജാക്ക് ഓൺസ് എ കാർ, അല്ലെ? ജാക്കിന് ഒരു കാർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മീൻ ചെയ്ത്, അതായത് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്റ്റിനെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. കാരണം ഓൾറെഡി നോളജ് ബേസിൽ പറയുന്നുണ്ട് ജാക്കിന് 2 കാറ് സ്വന്തമായിട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 2 കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു കാറെങ്കിലും മിനിമം ഉണ്ടാവണമല്ലോ. സോ ആ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ പക്ഷെ അതുപോലെ തന്നെ അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് ഡിറൈവ് ചെയ്യാം. ഹി ഡസ് നോട്ട് ഓൺ 3 കാർസ്, അയാൾക്ക് 2-ലധികം കാറില്ല. ഓക്കെ, സോ അങ്ങനെയും കൂടി നമുക്ക് ഒരു ഇംപ്ലിക്കേഷൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എൻറ്റെയിൽസ് P എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സെന്റൻസ് എൻറ്റെയിൽസ് സെക്കൻഡ്, ഓക്കെ അല്ല സോറി, സെക്കൻഡ് സെന്റൻസ് എൻറ്റെയിൽസ് ഫ്രം ഫസ്റ്റ് സെന്റൻസ്. അതിനെ തന്നെ നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് നമ്മൾ ഇംപ്ലിഫൈ ചെയ്തെടുത്തതാണ് സെക്കൻഡ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. സോ KR systems മസ്റ്റ് സപ്പോർട്ട് ബോത്ത് ദീസ് ഫോംസ് ഓഫ് ഇൻഫറൻസ്. അപ്പം ഇങ്ങനെ 2 രീതിയിലുള്ള ഇൻഫറൻസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് ഇൻഫർ ചെയ്യാം, 2 നെഗറ്റീവായിട്ടുള്ള ഇൻഫറൻസും എടുക്കാൻ പറ്റും. അപ്പം ഈ 2 ടൈപ്പ് ഓഫ് ഇൻഫറൻസിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആയിരിക്കണം നമ്മുടെ KR systems എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഇൻഫറൻസ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇൻഫറൻസ് ആണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇൻഫറൻസ് ടെക്നിക്സിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിഡക്റ്റീവ് ഇൻഫറൻസ് ടെക്നിക്സും ഉണ്ട്, നോൺ ഡിഡക്റ്റീവ് ഇൻഫറൻസ് ടെക്നിക്സും ഉണ്ട്. ഡിഡക്റ്റീവ് ഇൻഫറൻസ് ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ബൈ ദി ലോജിക്കൽ നോഷൻ ഓഫ് എൻറ്റെയിൽമെന്റ്. ഓക്കെ, നമ്മൾ ആ എൻറ്റെയിൽ ചെയ്ത് വരുന്ന ആ ഒരു സെന്റൻസ് ഡിറൈവ് ചെയ്ത് വരുന്ന അതിന്റെ ലോജിക്കൽ നോഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫറൻസ് ടെക്നിക്സ് ആണ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കൺക്ലൂഷൻസ് ചെയ്യുന്നത് വിച്ച് വിൽ ലോജിക്കലി ഫോളോ ഫ്രം ദോസ് ഫാക്ട്സ്. ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഫാക്ട്സിനെ ലോജിക്കലി ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള കൺക്ലൂഷൻസ് ആയിരിക്കും ഈ ഡിഡക്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. ഇനി നോൺ ഡിഡക്റ്റീവ് മെത്തേഡ്സ് 2 ടൈപ്പ് ഉണ്ട്. ഇൻഡക്റ്റീവ് ഇൻഫറൻസും വരുന്നുണ്ട്, അബ്ഡക്റ്റീവ് ഇൻഫറൻസും വരുന്നുണ്ട്. ഇൻഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എക്സാമ്പിൾസിൽ നിന്നാണ് ജനറാലിറ്റീസ് ലേൺ ചെയ്ത് എടുക്കുന്നത്. അതാണ് ഇൻഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അബ്ഡക്റ്റീവ് ഇൻഫറൻസ് വരുന്ന സമയത്ത് ഇഫക്ട്സിൽ നിന്നാണ് നമ്മൾ ഇൻഫറിങ് കോസസ് ഫ്രം ഇഫക്ട്സ്, അതാണ് അബ്ഡക്റ്റീവ് ഇൻഫറൻസ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫറൻസസ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മിക്കവാറും ഉള്ള സിസ്റ്റത്തിലെല്ലാം തന്നെ നമുക്ക് ഡീഫോൾട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഡീഫോൾട്ട് റൂൾ എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് ആൻ ഇൻഫറൻസ് ടു വിച്ച് there may be exceptions. Thus it is diffeasible. അത് ഡിഫീസിബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ ഡീഫോൾട്ട് റൂൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡീഫോൾട്ട് ഇൻഫർമേഷനെ ഇത് രീതിയിലുള്ള നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. A giving B എന്നുള്ള രീതിയിൽ. Then the default inference rule could be stated as follow. If A giving B and A is true and not B is not provable, then conclude B. Okay, അപ്പോൾ A giving B എന്ന് പറയുന്ന ഒരു ഡീഫോൾട്ട് റൂൾ ഉണ്ട്. അവിടെ A ട്രൂ ആണ്. A ട്രൂ ആണെങ്കിൽ ഈ ബിയുടെ നെഗേഷൻ എന്ന് പറയുന്നത് നോട്ട് പ്രൂവബിൾ ആണെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് B.
ഓക്കെ, ഇങ്ങനെ കുറേ ഡീഫോൾട്ട് റൂൾസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ ബേർഡ്സ് ഫ്ലൈ എന്നുള്ളത് ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ആണ്. ഓക്കെ, അതിന് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രെഡിക്കേറ്റ് കാൽക്കുലേറ്റ് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഫോർ ഓൾ എക്സ് ബേർഡ് ഓഫ് എക്സ് വിൽ ഫ്ലൈ, അല്ലേ? ഇപ്പോൾ ഏതൊരു എക്സ് എടുത്താലും അത് ബേർഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ഫ്ലൈ. അതാണ് ഇവിടെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്ന ആ ഒരു ഡീഫോൾട്ട് ഫോർമുല എന്ന് പറയുന്നത്. സോ ദിസ് ഹാസ് ദ എഫക്ട് ദാറ്റ് whenever there is a bird B for which it is not provable that not flies B, നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല എങ്കിൽ, ആ ബേർഡ് ഫ്ലൈ ചെയ്യില്ല എന്ന് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്ലൈസ് ബി. വി ക്യാൻ ഡിറൈവ് ദാറ്റ് ആ ബേർഡ് ഫ്ലൈ ചെയ്യും എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ഇൻഫർ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഡീഫോൾട്ട് റൂൾസ് എന്ന് പറയുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, എ സ്പെസിഫിക് ബേർഡ് വിൽ ബി അസ്യൂംഡ് ടു ബി ഏബിൾ ടു ഫ്ലൈ അൺലെസ് ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് കനോട്ട്. അതിന് പറ്റില്ല എന്ന് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നത് വരെയും നമ്മുടെ ജനറൽ അസംഷൻ എന്ത് തന്നെയാണ്? ഏതൊരു ബേർഡ് ആണെങ്കിലും അത് ഫ്ലൈ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് റൂൾ എന്ന് പറയുന്നത്. സോ ഇനി ക്ലോസ്ഡ് വേൾഡ് അസംഷൻസ് ഉണ്ട്. ക്ലോസ്ഡ് വേൾഡ് അസംഷൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നോളജ് ബേസിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് സർട്ടൻ പ്രെഡിക്കേറ്റ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിനകത്തുണ്ട് എന്ന് അസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് വേൾഡ് അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എ പ്രെഡിക്കേറ്റ് പി ഫോർ വിച്ച് ദ ക്ലോസ്ഡ് വേൾഡ് അസംഷൻ ഹോൾഡ്സ്, if a proposition involving P cannot be proven from a knowledge base, then its negation is assumed to be true. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് നമ്മൾ പറയുകയാണ്, നമ്മുടെ ഒരു നോളജ് ബേസിൽ നമ്മൾ കുറേ ഫ്ലൈറ്റുകളുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ അതിനൊരു എക്സാമ്പിളാണ് ദ ഫ്ലൈറ്റ് FDG-100 ഫ്ലൈസ് ഫ്രം റോച്ചസ്റ്റർ ടു ബോസ്റ്റൺ. റോച്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ബോസ്റ്റണിലേക്ക് ഫ്ലൈ ചെയ്യുന്നതാണ് FDG-100 എന്ന് പറയുന്ന ഫ്ലൈറ്റ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ നെഗറ്റീവ് ഇൻഫർമേഷൻ. അവിടെ നമ്മൾ പറഞ്ഞത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അവിടെ നമ്മൾ നെഗറ്റീവ് ഇൻഫർമേഷൻ ഒന്നും തന്നെ പറയുന്നില്ല. ഇതിന്റെ നെഗറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിൽ വരാം? ഫ്ലൈറ്റ് FDG-100 ഡസ് നോട്ട് ഫ്ലൈ ടു ഷിക്കാഗോ ഓർ ദാറ്റ് ദർ ഈസ് നോ ഫ്ലൈറ്റ് FDG-455. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നെഗറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. So such information can only be concluded if the inference process makes the closed world assumption on flights. ഇങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ഇൻഫർ ചെയ്ത് എടുക്കണമെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് വേൾഡ് അസംഷൻ നമ്മൾ ആ ഫ്ലൈറ്റിനെ കുറിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള നെഗറ്റീവ് ഇൻഫറൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ഒരു പ്രെഡിക്കേറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസേർട്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് വേൾഡ് അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഫറൻസ് ടെക്നിക്സ്, രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫറൻസ് ടെക്നിക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പ്രൊസീജറലും ഉണ്ട്, ഡിക്ലറേറ്റീവും ഉണ്ട്. പ്രൊസീജറൽ ഇൻഫറൻസ് ടെക്നിക് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് എംഫസൈസ് ദ ഇൻഫറൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി റെപ്രസെൻറ്റേഷൻ. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു റെപ്രസെൻറ്റേഷന്റെ ഇൻഫറൻഷ്യൽ ആസ്പെക്ട്സിനെ എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇൻഫറൻസിനെയാണ് പ്രൊസീജറൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഡിക്ലറേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് എംഫസിസ് ഈസ് ഓൺ assigning a formal semantics to the expression of the representation. നമ്മുടെ റെപ്രസെൻറ്റേഷൻ്റെ അതിനകത്ത് ഫോർമൽ സിമാൻറ്റിക്സിന് അസൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു എംഫസിസ് ആണ് വരുന്നതെങ്കിൽ അത് ഡിക്ലറേറ്റീവ് ഇൻഫറൻസ് ടെക്നിക് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇത് എക്സാമ്പിൾ വെച്ച് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾക്കൊരു സിമ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെ ഒരു ഗ്രാഫാണിത്. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രെഡിക്കേറ്റ്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ ഓൾ എക്സ് ആക്ഷൻ ഓഫ് എക്സ് ദെൻ A.agent അനിമേറ്റ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതിനകത്തുനിന്ന് എസ് ആക്ഷനിലേക്ക് പോകുന്നു, ആക്ഷൻ ഏജന്റ് അനിമേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ഓബ്ജക്ട്സും ഏജന്റ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പ്രെഡിക്കേറ്റ്സ് ആണ് ഈ 5 പ്രെഡിക്കേറ്റ്സ്. So using these axioms, we can prove that the class object or action inherits the agent role. ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ആക്ഷൻ ഒബ്ജക്റ്റ്
ഏജന്റ് റോള് ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, ഫോർ എനി ഒബ്ജക്ട് എ സച്ച് ദാറ്റ് ഒബ്ജക്ട് ഓഫ് ആക്ഷൻ എ ഈസ് ട്രൂ. ഇതിനകത്ത് ഈ ഒബ്ജക്റ്റിനകത്ത് ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും അത് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? എയും ആ എ എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റിന് ഏജന്റ് റോൾ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് ഈ ഒബ്ജക്റ്റ്, ഈ ഒരു ആക്ഷൻ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് ഏജന്റ് റോളിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണ് എങ്കിൽ ഈ ഒബ്ജക്റ്റ്, ഈ ആക്ഷന്റെ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും അതിന് ഏജന്റ് റോളും ഉണ്ടാവും അല്ലെ. സോ അപ്പൊ അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ഫോർ there exists A, if there exists A, agent A, A and animate A. ഓക്കെ, സോ അപ്പോൾ ഇത് നമ്മൾ 3 and 1 യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ഇൻഫറൻസിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇനി പ്രൊസീജറൽ ഇൻഫറൻസിലാണെങ്കിൽ നമ്മളിവിടെ ഒരു പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ റോൾസും ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള SR കീ, ഇതിലിപ്പോൾ ആക്ഷനിലേക്ക് പോകാനായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു SR കാണ് നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ആർക്ക് ഫോളോ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് റോൾസ് എല്ലാം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ അങ്ങനെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഗോൾസ് ആദ്യം ഗ്യാദർ ചെയ്യും. ആ ഗ്യാദർ ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ദസ് എനി ഒബ്ജക്റ്റ് ഓർ ആക്ഷൻ ഹാസ് ആൻ ഏജന്റ് റോൾ ഇൻഹെറിറ്റഡ് ഫ്രം ദി ക്ലാസ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിനാണെങ്കിലും ഏജന്റ് റോൾ ഉണ്ടാവും എന്നുള്ളത് നമ്മളൊരു പ്രോഗ്രാം വഴിയാണ് ഇവിടെ ഇൻഫർ ചെയ്ത് എടുത്തിരിക്കുന്നത്. അതാണ് പ്രൊസീജറൽ ഇൻഫറൻസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഇൻഫറൻസ് ടെക്നിക്സ് ആണ് മെയിനായിട്ട് ഉള്ളത്. സോ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ടെക്നിക്സും കമ്പ്യൂട്ട് ചെയ്യുന്നത് ഒരേ റിസൾട്ട് തന്നെയാണ്. പക്ഷേ ആദ്യത്തേതിൽ നമ്മൾ ഡിഡക്ഷൻസ്, നമ്മൾ ലോജിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിഡക്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതേസമയം രണ്ടാമത്തെ മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഗ്രാഫ് ട്രാവേഴ്സൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മെത്തേഡാണ് കൂടുതൽ എഫിഷ്യൻറ്റ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതൊരു ലാംഗ്വേജ് പ്രോസസ്സിംഗ് സിസ്റ്റം ആണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫറൻസ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ഏതാണോ എഫിഷ്യൻറ്റ് എന്ന് തോന്നുന്നത് അതായിരിക്കും, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ഇൻഫറൻസ് ടെക്നിക്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ റിമൈനിങ് പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.